ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ വണ്ടിയുടെ ഹാഫ് എഞ്ചിൻ വർക്ക്, അതായത് സിലിണ്ടർ പിസ്റ്റൺ അടക്കമുള്ള വർക്കുകൾ ചെയ്തേക്കുന്ന വണ്ടിയാണ് കേട്ടോ. നിലവിൽ നമുക്ക് അതിൻ്റെ മാറ്റിയ പാർട്സ്, ഞാൻ വണ്ടി എഞ്ചിൻ സെറ്റ് ചെയ്യണേക്കാൾ മുമ്പ് അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തായിരുന്നു. അതായത് മാറ്റുന്ന പാർട്സുകൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ പറഞ്ഞിരുന്നതാണ്. മാറ്റിയേക്കുന്ന പാർട്സുകളൊക്കെയാണ് അതിൻ്റെ സിലിണ്ടർ പിസ്റ്റൺ അടക്കം മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ക്ലച്ചിൽ തന്നെ വേരിയേറ്റർ ബോഡി, അതിൻ്റെ റോളർ കാര്യങ്ങൾ മാറ്റി, പിസ്റ്റൺ അസംബ്ലി മാറ്റിയിട്ടുണ്ട്, വാൽവ് കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്, പ്ലഗ്, അതേപോലെ പെട്രോളിൻ്റെ പൈപ്പ്, അങ്ങനെ കുറേ ഐറ്റംസ് നമ്മൾ അതിനകത്ത് മാറ്റി വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ആ കംപ്രഷൻ ലീക്കുമായി ബന്ധപ്പെട്ട് സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് ആ ഭാഗങ്ങൾ അയച്ചിട്ടാണ് നമ്മൾ ക്ലിയർ ചെയ്തത്. പിന്നെ അതിനകത്ത് സ്കൂട്ടറിൻ്റെ എഞ്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സ്കൂട്ടറിൻ്റെ എഞ്ചിൻ 3 പാർട്ടാണ്. നമ്മൾ നോക്കുമ്പോൾ ഒരൊറ്റ യൂണിറ്റ് ആണെങ്കിലും അത് 3 പാർട്ടായിട്ടാണ് വർക്ക് ചെയ്യുക. അതായത് ഫയറിങ് നടന്ന് പവർ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഭാഗം വരുന്നുണ്ട്. ആ പവറിനെ CVT ക്ലച്ച് വഴി വർക്ക് ചെയ്യിച്ചിട്ട് ഗിയറിലേക്ക് പോകുന്ന ഒരു സെക്ഷനുണ്ട്. അപ്പോൾ CVT ക്ലച്ച് വേറെ പാർട്ടാണ്, ഗിയർ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു യൂണിറ്റാണ്. അപ്പോൾ അത്രയും ഭാഗമാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് റിപ്പയറിംഗ് ആയിട്ട് വന്നേക്കുന്നത് സിലിണ്ടർ പിസ്റ്റൺ അടക്കം വരുന്ന ഭാഗത്താണ്. ക്രാങ്ക് ഷാഫ്റ്റ് നിലവിൽ കംപ്ലൈൻറ്റ് ഇല്ല, അത് നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടില്ല. സിലിണ്ടർ മാത്രമാണ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ആ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലച്ചിൽ വരുന്ന ആ വീല് കാര്യങ്ങളൊക്കെ കംപ്ലൈൻറ്റ് ഉള്ളത് കൊണ്ട് നമ്മളത് മാറ്റിയിട്ടുണ്ട്. ക്ലച്ച് സൈഡിൽ, ക്ലച്ചിനകത്ത് ബെൽറ്റ് വർക്ക് ചെയ്യുന്ന ബാക്കിൽ വരുന്ന ക്ലച്ച് ഷൂ അടക്കം വന്ന യൂണിറ്റ് വന്ന പുള്ളി ഭാഗമൊക്കെ തേമാനമുണ്ട്. അത് ഞാൻ ഫസ്റ്റിലത്തെ വീഡിയോയിൽ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞാൽ മനസ്സിലാവും, കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ ഹോളൊക്കെ ചെറുതായിട്ട് ഓവലായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓയിൽ സീല്, പിന്നെ ഓറിങ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ആ ഭാഗം സെറ്റ് ചെയ്തതാണ്. അതായത് വീല് പഴയത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പിന്ന് കാര്യങ്ങളൊക്കെ മാറ്റിയിടുമ്പോൾ നമുക്ക് കുറേ നാളത്തേക്ക് അത് ഉപയോഗിക്കാനായിട്ട് കിട്ടും. ആ രീതിയിലാണ് ചെയ്തേക്കണേ. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ ഗിയർ ബോക്സിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല, കാരണം ഗിയർ ഓയിലൊക്കെ നല്ല ഓയിലാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആ സെക്ഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ എഞ്ചിൻ്റെ ചെയ്തേക്കുന്ന ഭാഗം ഫയറിംഗ് പോർഷനാണ്. ഈ ചെയ്തിരിക്കുന്ന വർക്കിന് 1 വർഷം വാറണ്ടി നമ്മൾ പറയുന്നുണ്ട്. 1 വർഷം വാറണ്ടി, അതായത് 1 വർഷം അല്ലെങ്കിൽ 12,000 കിലോമീറ്ററാണ് അതിൻ്റെ വാറണ്ടി കാലാവധിയായിട്ട് വരാം. ഇപ്പോൾ നിലവിൽ നമ്മൾ നോക്കുമ്പോൾ 60,530 കിലോമീറ്ററാണ് ഇപ്പോൾ നിലവിൽ വന്നേക്കണേ. അപ്പോൾ 72,500 കിലോമീറ്റർ നമുക്ക് വാറണ്ടി ഉണ്ട്. അത് ഓട്ടം കൂടുതലുള്ള വണ്ടിയാണെങ്കിൽ കിലോമീറ്റർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഓട്ടം കുറവാണെങ്കിൽ ചില വണ്ടികൾ 1 വർഷം കൊണ്ട് ഓട്ടം അത്രയും ആവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള വണ്ടിക്ക് 1 വർഷം മാനദണ്ഡമായിട്ട് വരും കേട്ടോ. അപ്പോൾ ഏതാണോ ഫസ്റ്റ് വരുന്നത് അതാണ് വാറണ്ടി കാലാവധിയായിട്ട് വരുന്നത്. അതിനകത്ത് വാറണ്ടിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ 4 മാസം കൂടുമ്പോൾ നമുക്ക് സർവീസ് വരുന്നുണ്ട്. 1 വർഷത്തിനുള്ളിൽ തന്നെ 4 മാസം കൂടുമ്പോൾ നമുക്ക് പീരിയോഡിക് സർവീസ് വരും. അത് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്തിട്ടുണ്ടാവണം. അത് ചെയ്തിട്ടുണ്ടാവണമെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ കൃത്യമായിട്ട് മെയിൻ്റനൻസ് ചെയ്യുന്ന വണ്ടിക്ക് കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി അങ്ങനെ ചെയ്തിട്ടും കംപ്ലയിൻറ്റ് വന്നാൽ അങ്ങനെയുള്ള വണ്ടികൾക്കാണ് ഈ വാറണ്ടിയുടെ ആ ഒരു വാറണ്ടി പോളിസി കൊണ്ട് നിങ്ങൾക്കൊരു ഗുണം ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി നേരെ മറിച്ച് കൃത്യമായിട്ടുള്ള പീരിയോഡിക് സർവീസ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വാറണ്ടിയുമായി ബന്ധപ്പെട്ട് യാതൊരു വക ആനുകൂല്യങ്ങളും നമുക്ക് കിട്ടാൻ അർഹതയില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് വണ്ടി നോക്കിയില്ല, വണ്ടിക്ക് കംപ്ലയിൻറ്റ് വരും 100% ഉറപ്പ്. അപ്പോൾ എഞ്ചിൻ ഓയിലൊക്കെ മാറ്റേണ്ടതൊക്കെയാണ്, അതൊക്കെയാണ് മെയിനായിട്ട് വന്ന കേസ്. എഞ്ചിൻ ഓയിൽ നമുക്ക് 3000 കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റിയാൽ മതി. ഒരു കാരണവശാലും നേരത്തെ മാറ്റേണ്ട ആവശ്യമില്ല. 3000 കിലോമീറ്റർ ഇപ്പോൾ 4 മാസം കൊണ്ട് ചിലപ്പോൾ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ആ മാസം നമുക്ക് എഞ്ചിൻ ഓയിൽ മാറ്റണ്ട, കിലോമീറ്റർ ആയിട്ട് എഞ്ചിൻ ഓയിൽ മാറ്റിയാൽ മതി. പീരിയോഡിക് സർവീസ് നമ്മൾ 4 മാസത്തിൽ നിർബന്ധമായിട്ട് ചെയ്തിട്ടുണ്ടാവണം. അതൊരു 3 സർവീസിൽ കൃത്യമായിട്ടുണ്ടാവണം വാറണ്ടി പീരീഡിൽ. അതിനുള്ളിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ ആ ബില്ല് കാര്യങ്ങൾ സൂക്ഷിക്കാം. ആ ബില്ല് കറക്റ്റായിട്ട് സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതും പ്രകാരം നമ്മൾ ആ പാർട്സ് അതിനകത്ത് പറഞ്ഞേക്കണ വർക്കുകൾക്കാണ് നമ്മൾ വാറണ്ടി കൃത്യമായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് നോക്കിയേക്കാം. പിന്നെ നമുക്ക് വണ്ടിക്ക് നമ്മൾ ഫസ്റ്റ് എസ്റ്റിമേറ്റ് ഇടുമ്പോൾ കുറേ അത്യാവശ്യം വർക്കുകൾ ഉണ്ടായിരുന്നു. മെയിൻ ഫ്രണ്ട് ടയർ മാറ്റാനുണ്ട്, റിമ്മ് മാറ്റാനുണ്ട്, അങ്ങനെ കുറച്ച് വർക്കുകളും കൂടി ഉണ്ട്. അപ്പോൾ നിലവിൽ നമുക്കൊരു ഫണ്ടിൻ്റെ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ട് നമ്മൾ ഫസ്റ്റ് എഞ്ചിൻ്റെ ഭാഗമാണ് ക്ലിയർ ചെയ്തേക്കണേ. അതിനുശേഷം വണ്ടി നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങൾ നടത്തി വണ്ടിക്ക് ആ ഭാഗം പക്കയായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഏകദേശം നമുക്കതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ബില്ലാക്കാം. അതിന് ശേഷം നോക്കാം. അപ്പോൾ ഫണ്ട് നോക്കിയിട്ട് ബാക്കി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ സർവീസിൽ വന്നുണ്ട് 4 മാസം കൊണ്ട്. അപ്പോൾ അതിനകത്ത് ഓരോ പാർട്ടായിട്ട് വേണമെങ്കിൽ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് യുക്തിപരമായ രീതിയിൽ ചെയ്യാം. അപ്പോൾ എന്തായാലും നോക്കിയിട്ട് വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ട് വിളിക്കണം. ഫുള്ളായിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് വിളിക്കാൻ പാടുള്ളൂ. എന്നിട്ട് നമുക്ക് ഏത് രീതിയിൽ ചെയ്യേണ്ടത് നമുക്ക് ആ രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ അതിനകത്ത് നമുക്ക് ഈ എഞ്ചിൻ്റെ ഈ ഭാഗത്ത് വന്ന ഒരു കവറുണ്ട്, എയർ ജാക്കറ്റ് എന്ന് പറയും. അതായത് എഞ്ചിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ എഞ്ചിൻ നമ്മൾ മൊത്തം കവറായിരിക്കുമ്പോൾ എഞ്ചിൻ കൂളിങ് നടക്കുന്നത് ആ ഫാൻ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ കവറിങ്ങിൽ കൊടുത്തിട്ടാണ്. അപ്പോൾ അതിൻ്റെ അടിഭാഗം മൊത്തം പൊട്ടിപ്പോയേക്കണതാണ്. ആയിട്ട് നമ്മളിപ്പോൾ തപ്പിയിട്ട് ഓൾറെഡി കിട്ടിയിട്ടില്ല. അപ്പോൾ അത് ഞാൻ അറേഞ്ച് ചെയ്ത് വെക്കാം. പെട്ടെന്ന് ആവശ്യം വന്ന സാധനം അല്ലാത്തതുകൊണ്ട് സ്ഥലത്തും സ്റ്റോക്കില്ല.
അപ്പോൾ അത് അറേഞ്ച് ചെയ്ത് വെച്ചേക്കാം. അത് നമുക്ക് നെക്സ്റ്റ് സർവീസിൽ വന്ന സമയത്ത് ഓൾറെഡി നമുക്കത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അത് ഓർമ്മയിൽ വെച്ചേക്കാം. അതൊന്ന് കൃത്യമായിട്ട് ഓർപ്പിക്കുകയും ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് വേണം. കാരണം എൻജിൻ കൂളിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ ഫാൻ കവറിങ് കറക്റ്റ് ആ എയർ ജാക്കറ്റ് കൃത്യമായിരിക്കണം. എന്നാൽ മാത്രമാണ് ആ എൻജിൻ കൂളിംഗ് കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. ഒരുപാട് ദൂരം ഓടണ വണ്ടി അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് പ്രശ്നമല്ല. പക്ഷേ എപ്പോഴും നമുക്ക് ആ ഭാഗങ്ങളൊക്കെ ഫംഗ്ഷൻ കറക്റ്റ് ആക്കിയിടണമാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. നമുക്ക് അതനുസരിച്ചിട്ട് ബാക്കിയത്തെ വർക്കുകൾ ചെയ്യണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ വണ്ടി നമുക്കിന്ന് വൈകിട്ടത്തേക്ക് വണ്ടി എടുക്കാവുന്ന രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തരാം കേട്ടോ.